സ്വർണ്ണവില ഓരോ ദിവസവും പിടിവിട്ട് കുതിക്കുന്നു. ഇന്ന് ബാങ്ക് സേഫ് ഡെപ്പോസിറ്റ് ലോക്കറുകൾക്ക് ആവശ്യക്കാർ കൂടി. അറിയാം ലോക്കർ കാലാവധിയും രീതികളും. നമ്മുടെ നാട്ടിൽ 6 വർഷം മുമ്പ്, അതായത് 2020 എത്രയായിരുന്നു സ്വർണ്ണവില എന്ന് അറിയാമോ? ഒരു പവൻ സ്വർണത്തിന് വില 2020 ജനുവരിയിൽ 29,000 മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് 2026 കഥ മാറി. 6 വർഷങ്ങൾക്കിപ്പുറം സ്വർണ്ണവില എത്തി നിൽക്കുന്നത് എത്രയോ ഇരട്ടിയിലധികമാണ്. ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില 2 ലക്ഷത്തിലേക്കുള്ള കുതിപ്പിലാണ്. ഇനിയൊരു 5 വർഷം കൂടി കഴിയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും കാര്യങ്ങൾ. 2030 സ്വർണത്തിന് എത്രയായിരിക്കും വിലയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സമ്പാദ്യം, വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പം, വിപണിയിലെ അപകട സാധ്യതകൾ എന്നിവയെല്ലാം പ്രധാനമായും ഇതിലെ പ്രധാന ഘടകങ്ങളാണ്. ഇന്ന് ഓരോ ദിവസവും ആശങ്കയോടെയാണ് ആഭരണ പ്രേമികൾ ഈ വാർത്ത എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്. കാരണം സംസ്ഥാനത്ത് സ്വർണ്ണവില ചരിത്രത്തിലെ എല്ലാ റെക്കോർഡുകളും ഭേദിച്ച് ഓരോ ദിവസവും ഉയർന്ന നിലയിൽ തുടരുകയാണ്. കുതിച്ചുപാഞ്ഞ് പൊന്ന്. മിന്നൽ വേഗത്തിലാണ് ഈ കൈവിട്ടുള്ള കുതിപ്പ്. ചരിത്രത്തിലെ എക്കാലത്തെ ഉയർന്ന നിരക്കാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. സ്വർണം ഒരു പ്രധാന നിക്ഷേപ ഉപാധിയായി ഇപ്പോഴും അനേകം ഇന്ത്യൻ കുടുംബങ്ങൾ കണ്ടുവരുന്നുണ്ട്. എന്തായാലും ഭാവിയിലെ സ്വർണ്ണവിലയെ ആഗോളതലത്തിലെയും പ്രാദേശിക തലത്തിലെയും അനവധി ഘടകങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇന്ന് തൊട്ടാൽ പൊള്ളുന്ന വിലയിലേക്ക് സ്വർണ്ണവില കുതിച്ചിരിക്കുകയാണ്. കയ്യിലുള്ള ചെറിയ സ്വർണ്ണ സമ്പാദ്യങ്ങൾ വിറ്റു കാശാക്കി കാലങ്ങളായി മാറ്റിവെച്ചിരുന്ന ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള അവസരമായി പലരും ഇതിനെ കാണുന്നുണ്ട്. എന്നാൽ ചിലർ ഭദ്രമായി സ്വർണം ലോക്കറിൽ വെക്കാറുമുണ്ട് പതിവ്. റെക്കോർഡുകൾ ഭേദിച്ച സ്വർണ്ണവില ഇന്ന് പവന് 1,680 രൂപ കുറഞ്ഞ് ഒരു പവൻ സ്വർണത്തിന്റെ വില 1,13,160 രൂപയിലാണ് വ്യാപാരം. ഗ്രാമിന് 210 രൂപയാണ് കുറഞ്ഞത്. 14,145 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഇന്നലെ 2 തവണകളായി 5,480 രൂപയുടെ വർധനവാണ് സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്തിയത്. 3 ആഴ്ചയ്ക്കിടെ പവൻ വിലയിൽ 15,000 രൂപയിലധികമാണ് വർദ്ധിച്ചത്. ഒരു പവൻ സ്വർണ്ണാഭരണത്തിന് 1,4 ലക്ഷം രൂപയിലേക്ക് ഉയർന്നതോടെ ബാങ്ക് സേഫ് ഡെപ്പോസിറ്റ് ലോക്കറുകൾക്ക് ഇപ്പോൾ ആവശ്യക്കാർ കൂടുതലാണ്. പല ഷെഡ്യൂൾ ബാങ്ക് ശാഖകളിലും ഒരാഴ്ചയ്ക്കുള്ളിൽ ലോക്കർ കിട്ടാനില്ല എന്നാണ് പറയുന്നത്. അതായത് സ്വന്തം റിസ്കിലാണ് ലോക്കറിൽ സ്വർണവും വിലപ്പെട്ട സാധനങ്ങളും രേഖകളും മറ്റും വെക്കുന്നതെങ്കിലും ബാങ്ക് ലോക്കർ ഉരുക്കുപെട്ടിയാണല്ലോ എന്നതാണ് ആശ്വാസം. വീടുകളുടെ അലമാരകളിലോ ഒളിപ്പെട്ടികളിലോ ആഭരണം സൂക്ഷിക്കാൻ മനസ്സ് വരുന്നില്ല എന്നാണ് പൊതുവിൽ ഇന്ന് മലയാളികൾ പറയുന്നത്. കാരണം സ്വർണ്ണവില കുതിക്കുന്നതുകൊണ്ട് തന്നെ ഭയമാണ്. സ്വർണ്ണാഭരണങ്ങൾ ലോക്കറിൽ വെച്ചാൽ സമാധാനത്തോടെ കിടന്നുറങ്ങാം എന്ന ആശയം തന്നെയാണ് ഇതിനുള്ള പ്രധാന കാരണം. ഇനി നിങ്ങൾ ലോക്കർ തുറക്കുകയാണെങ്കിൽ ലോക്കറുടെ ഒരു താക്കോൽ ഉടമയുടെ കൈവശവും ഒരെണ്ണം ബാങ്കിലും ഉണ്ടാകും. ലോക്കറിന്റെ വലുപ്പമനുസരിച്ച് നിശ്ചിത ഫീസും ബാങ്ക് ഈടാക്കുന്നുണ്ട്. ഇരുകൂട്ടരും അറിയാതെ ലോക്കർ തുറക്കാൻ സാധിക്കില്ല. പലപ്പോഴും ലോക്കറിലെ സ്വർണം എടുക്കുന്നത് എന്തെങ്കിലും വിശേഷാൽ ചടങ്ങുകൾ വരുമ്പോഴാണ്. അപ്പോൾ തന്നെ ഒട്ടും വൈകാതെ തിരിച്ചു വെക്കുകയും ചെയ്യും. ചെറിയ ബാങ്ക് ശാഖകളിൽ ശരാശരി 200 ലോക്കറുകളും വലിയ ശാഖകളിൽ 1000-ഓളം ലോക്കറുകളും ഉണ്ടാകും. ബ്രാഞ്ചിൽ ആവശ്യത്തിന് ലോക്കർ ഇല്ലെങ്കിൽ തൊട്ടടുത്ത ബ്രാഞ്ചിൽ അധികൃതർ ലോക്കർ സൗകര്യം ഒരുക്കിക്കൊടുക്കും. ലോക്കർ കാലാവധി പൊതുവെ 3 വർഷമാണെങ്കിലും പലരും ഒരിക്കൽ വാടകയ്ക്ക് എടുത്ത ലോക്കർ പിന്നീട് ഒഴിവാക്കാറില്ല എന്നതാണ് കാഴ്ച. ലോക്കറിന്റെ വലുപ്പം അനുസരിച്ച് നിരക്കിലും വ്യത്യാസം വരുന്നുണ്ട്. കൂടുതൽ പേരും മീഡിയം ലോക്കറുകളാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. 3 വർഷത്തിലധികം ലോക്കർ ഉപയോഗിക്കാതിരുന്നാൽ ഇടപാടുകാരനോട് അത് ഉപയോഗിക്കാനോ ഒഴിഞ്ഞു നൽകാനോ ബാങ്കുകൾക്ക് ആവശ്യപ്പെടാനും സാധിക്കും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.